വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പുലാവിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിത് പ്രഷർ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക്, നല്ല ജീരകം എന്നിവ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലോട്ട് ഒരു വലിയ സവാള അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് നെടുകെ കീറിയത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടിയിട്ടാണ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ബിരിയാണി മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. ഏകദേശം ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. തിളയൊക്കെ വന്നതിന് ശേഷം വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബീൻസ്, കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, ഇതിന് മുകളിലായിട്ട് മല്ലിയില, പുതിനയില എന്നിവ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 2.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിള വരുന്നത് വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ ബസുമതി റൈസ് ഏകദേശം 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വിസിൽ വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം കുക്കർ ഒന്ന് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. റൈസൊക്കെ പാകത്തിനാണ് വെന്തിരിക്കുന്നത്. ഒട്ടും വെന്ത് പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി റെസിപ്പികളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം. അതുവരെ ബൈ.